ഒറ്റ കുഞ്ഞില്ലോട്ടോ ഇവിടെ ഒരു ലോഡ് ഡിഫൻഡർ കിടക്കുന്നേ. അപ്പാപ്പനാണോ? ഗെറ്റ് യുവർ സ്റ്റാർട്ടർ പാക്ക് അത് വാങ്ങിച്ചാണല്ലോ. കൊമ്പന്റെ ബസ്സൊക്കെ. ഹലോ, എന്തോണ്ട്? എത്ര കാലമായി അപ്പാപ്പ കണ്ടിട്ട് നമ്മള്. അപ്പാപ്പ ഒന്ന് ആലോചിച്ചോക്കെ, അപ്പാപ്പനോട് ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനുണ്ടോ ഈ ടിവിയില്? എനിക്കറിയത്തില്ല എന്താന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണിന്ന് രണ്ടു തുള്ളി കണ്ണീര് വന്നറിയാമോ? എന്റെ കണ്ണ് നിറഞ്ഞത് ചുമന്നിപ്പ കണ്ണ്. ആണോ? അതെ. എന്ത് ബോംബ് വെച്ചോ എന്റെ നെഞ്ചത്ത് ഒരു സൗണ്ട് കേട്ടിപ്പം? അല്ലല്ലേ. പിന്നെ എങ്ങനെ പോകുന്നു അപ്പാപ്പ ജീവിതങ്ങളൊക്കെ? സത്യം എനിക്ക് മനസ്സിലായത്. ഇപ്പഴെങ്കിലും അപ്പാപ്പൻ എന്നെ പറ്റി ഒന്ന് മനസ്സിലാക്കിയല്ലോ, അത് മതി. എനിക്കും സങ്കടം അപ്പാപ്പ. കുഴപ്പമില്ല വിഷമം കണ്ടു അറിഞ്ഞിരിക്കല് കുഴപ്പമില്ല. അപ്പാപ്പനുള്ള എന്തിനാ അപ്പാപ്പ ഞാൻ വിഷമിക്കുന്നത്? പോട്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പാപ്പ. നമ്മള് പ്രശ്നം തുടങ്ങി എങ്ങനെയാ? മറ്റേ അപ്പാപ്പന്റെ ഒരു ഐക്കോണിക് ഡയലോഗ് ഇന്നല്ലേ, നമുക്ക് ആ ഡയലോഗ് അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. അത് കൊള്ളാം. അത്രേ ഉള്ളൂ. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റില് എങ്ങനെ പറയണം? അത് ഏത് രീതി പറയണം? അല്ല, എന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. വേണ്ട. പറഞ്ഞോ. തീർന്നില്ലേ? കേട്ടില്ല ഞാൻ കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല പപ്പ. അയ്യോ, സത്യമായിട്ട് കേട്ടില്ല. അപ്പാപ്പ ഞെക്കിയിട്ടില്ല, ഇവിടെ കേട്ടില്ല. അപ്പാപ്പ പഴയ ഐക്യറക്കല്ലേ പപ്പ? സത്യമായിട്ട് ഞാൻ കേട്ടില്ല. എനിക്ക് അതൊന്ന് കേക്കണം. ഒരു വട്ടം ഞാൻ പറഞ്ഞു, ലൈവ് എടുത്ത് കേട്ടാ മതി കേട്ടോ. എന്നാ ഓക്കെ, കഴിഞ്ഞിട്ട് നോക്കാം. അപ്പാപ്പ പിന്നെ ഈ വാസുവണ്ണന്റെ ഫ്ലൈറ്റ് ചെറിയൊരു ഡിലേ. എന്റെ ഫ്ലൈറ്റ് നമ്മള് VIP ഫ്ലൈറ്റിൽ പറഞ്ഞോ? പറഞ്ഞില്ലല്ലേ? ഫ്ലൈറ്റ് കാത്ത് മക്കള്. അപ്പൊ ഡിലേ ആയതല്ലേ? ചെറുതായിട്ട് മൊത്തത്തിൽ കത്തിപ്പോയതാ. നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തു ഫ്ലൈറ്റ്. കുഴപ്പമില്ല, നാളെ ഞാൻ ഇതേ എയർപോർട്ടിൽ നിന്ന് വീണ്ടും വരാം. അതെ അല്ലേ? എന്തായാലും ക്ലെയിം ചെയ്ത് വെച്ചോ. അത് ക്ലെയിം ചെയ്ത്. ജോണി മാമ എന്തുകൊണ്ട്? സുഖാണോ ജോണി മാമ? ഞാൻ അപ്പാപ്പനോട് ഇങ്ങനെ സുഖവിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. നീ ഇപ്പോഴും ഒരു കണ്ണിച്ചോരയില്ലാത്തവരല്ലേടാ? അത് എന്റെ കണ്ണി നോക്കി അപ്പാപ്പൻ പറയായിരുന്നു. അതിഥികളാണോ? അതെ. ഹിറ്റ്മാനെ സുഖാണോ? ഹിറ്റ്മാനെ സുഖം. ബാക്കി ഒരു ഫ്ലൈറ്റിന് ചെറിയൊരു തകരാറ്. ആളവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നില്ല, ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. എന്തോ ചാൻസ് കുറവാന്നാണ് അപ്പാപ്പനെ വിളിച്ച് പറഞ്ഞെന്നാണ്. അതായത് ഇന്നത്തത് റീഷെഡ്യൂൾ ചെയ്തു നാളത്തേക്ക്. അതായത് വല മൊത്തത്തിൽ പോയി. വല വരത്തില്ലല്ലേ? ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്ന് അവർക്ക് വരാൻ പറ്റിയില്ല. ഇന്നലെ 5M, ഇന്ന് വല. ദൈവമേ, എന്താ സത്യല്ലേ? ഇവിടെ വല്ല ഇരിക്കായിരുന്നു. ഇനി എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് പഴയ കഥയൊക്കെ പറഞ്ഞിരിക്കാം. എന്തോരം കഥകളല്ലേ പറയാനുള്ളതൊന്നുമില്ല. അപ്പാപ്പ തള്ളയുണ്ടോ? ഞാൻ തള്ളയുടെ ഒരു ഫാനായി മാറി. അപ്പാപ്പനെ കണ്ട അപ്പാപ്പന്റെ ജെയിംസ് ബോണ്ട്. ഹായ് ജെയിംസ് ബോണ്ട്, നൈസ് ടു മീറ്റ്. എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ പല വെറുതെ കിട്ടാൻ ബോറടിക്കത്തില്ലേ? ഒറ്റയ്ക്കുള്ള ചോദിക്കാൻ പോലും ആരും വരത്തില്ലെന്ന്. അങ്ങനെ നീ ഇങ്ങനെ മനസ്സിൽ വെച്ച് പറയുന്ന
ചുറ്റിയല്ലോ അല്ലേ അല്ലേ ദേ, ഇതാരാന്ന് മനസ്സിലായോ എവിടെ ദേ, നിന്നോട്ട് നോക്ക്, നിന്നെ പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത് അവിടെ. എവിടെ അങ്ങനെ ആ അയ്യോ നമസ്കാരം ഇതിനോടെയാണോ നോക്കിയത്? അമ്മായി സുഖാണ് അമ്മായി എത്ര കാലമായി അമ്മായി കണ്ടിട്ടൊക്കെ അത്തപ്പൂക്കളം പോലല്ലേ സത്യം സത്യം എന്ത് ചെയ്യാനാ എന്ത് ഓ എന്തൊരു നല്ല മനുഷ്യന്മാര് ഓ, അതെ, അതെ. അവസാനമായിട്ട് കണ്ടത് ഇത് എയർപോർട്ടിൽ വെച്ചായിരുന്നു. സത്യം ആ അന്ന് ഇല്ലല്ല ഞാൻ അതിന് മുമ്പേ പോയായിരുന്നു കണ്ടില്ല നിങ്ങളെന്നെ കണ്ടില്ല അതിന് മുമ്പേ പോയായിരുന്നു Oh my God, miss ആയി പോയല്ലോ അതല്ലേ? അതെ 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 See, ഷാജിപ്പാപ്പ, നമ്മുടെ മറ്റേ ടേബിൾ ഉണ്ട് ഇവിടെ ടേബിള് മറ്റേ സാധനം എന്തോ പണിയാണല്ലോ നമ്മുടെ മറ്റേ അത് മിസ്റ്റർ ബലമാമൻ എന്തെങ്കിലും ഇല്ല, ബല. സുഖം സുഖം ആ പാപ്പ എന്തായാലും ഇവിടം വരെ വന്ന് ആ ഏ, ആ ഇത് പക്ഷെ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിയുള്ളവർക്ക് വിഷമം അതെ അതെ വിഷമം 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 ഭയങ്കര സങ്കടമാവും അതെ, എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ ആ ചെയ്യാം നമുക്കൊരു ലൈഫ് ബാർ കളിച്ചാലോ ലയസ് ബാർ കളിക്കാം പക്ഷെ എനിക്ക് ഇതുവരെ അതെന്താന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ വളരെ നല്ല കാര്യം ഞാൻ കളിച്ചിട്ടുമില്ല കളിച്ചിട്ടില്ലല്ലേ അതെ അതെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം കള്ളത്തരം പറഞ്ഞേ കാടങ്ങിട്ടാ മതി ആണല്ലേ ഓ അപ്പം ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ കളിക്കാനായിരിക്കും അല്ലേ ഉഫ്, ആയിരിക്കും 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 എത്ര പേരെന്നെ വിളിച്ച് ഞാൻ പോയില്ല അവസാനം അപ്പാപ്പം വിളിക്കേണ്ടി വന്നു ഞാൻ ലയസ് ബാർ കളിക്കാനായിട്ട് ശ്ശോ, എന്തൊരു കഷ്ടമാന്ന് നോക്കണേ സത്യം സത്യം അപ്പം ഷാജി പാപ്പ ആ ടേബിൾ ഒന്ന് വെച്ചിരുന്നു ഇവിടെ എന്നാ പിന്നെ നമ്മൾ റോഡിൽ ഇരുന്ന് കളിക്കാന്നേ ഒരു 2-3 ടേബിൾ കിട്ടും കേട്ടോ വെച്ചോ. അന്ന് എല്ലാവർക്കും ആ, എന്നാ ബാക്കിയുള്ളവർക്ക് പോറടി ഡാമാരിട്ട് കളിക്കട്ടെ അല്ലല്ലേ നമ്മള് കാണാം കാണാം നമ്മള് കാണാം നമ്മൾ കാണാം നമ്മള് കാണാം. ഇതിപ്പോ എത്ര പേര് കളിക്കാൻ പറ്റും എത്ര പേര് കളിക്കാൻ പറ്റും 4 പേർക്ക് 4 പേർക്ക് 4 പേർക്ക് കളിക്കാം ഓക്കേ, ഓക്കേ, ഓക്കേ. ഒരു കാര്യം ചെയ്യാം ആ ഞാന് ബാലന് തള്ള ആ. പിന്നെ ഒരാള് നെറ്റ്മാൻ അവൻ നല്ല ഹിറ്റു. ജോണി കളിക്കുന്നില്ലേ എനിക്ക് കള്ളം പറയാൻ അറിയില്ലല്ലോ ഓ അങ്ങനെ മൊട്ട ജോണി ഇല്ലേ ആ മൊട്ട ജോണി വന്നില്ല അവര് ഗ്യാങ്ങിന്ന് പിരിച്ചുവിട്ടു. പിരിച്ചിട്ടോ എല്ലാം എടുത്തുള്ളത്. പണ്ടത്തെ എന്റെ കോംബോ പയ്യനായിരുന്നു ആയിരുന്നോ അതെ അതെ ഇപ്പൊ പാത്രം കഴിക്കൊണ്ടിരിക്കുക തൊട്ടപ്പുറത്തെ ഗ്യാങ്. തള്ള ചുമ്മാരി. ശരി എവിടെ പറയാം. എടുക്കാൻ പോയ ആളോടെ അമ്മയുടെ വീട്ടിലാണല്ലോ. എവിടെ വന്നു എന്തൊരു vibe അല്ലേ എങ്കിൽ വാവാല ആ നമുക്ക് കളിക്കാം പിന്നെന്താ ഓഫ് കോഴ്സ് തീർച്ചയായും വളഞ്ഞിരിക്കുക പാപ്പനൊക്കെ കളിച്ച് ശീലം കാണും നമ്മള് ഫസ്റ്റ് ടൈമാ നമുക്ക് എന്തായാലും നമ്മൾ കളിക്കില്ല പോലെ നമുക്ക് എന്തായാലും ഒരു ബെറ്റ് വെച്ചാലോ ആ ബെറ്റ് അങ്ങ് വെക്കാം പാപ്പ എന്റെ കയ്യിലാകെ 3 ലക്ഷം ഉള്ളു അല്ല പൈസ ഒന്നുമല്ല നമുക്ക് വേറെ എന്തെങ്കിലും ബെറ്റ് വെച്ചാലോ എന്തോ ബെറ്റ് പറ നമുക്ക് അപ്പാപ്പൻ തോറ്റ് കഴിഞ്ഞാൽ ലൈവിലിരുന്ന് ഒരു ഡാൻസും കളിയ പാപ്പ എങ്ങനുണ്ട് ദാ പോടാ അവിടെ. അല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണ്ടേ അത് ഓക്കേ, ഓക്കേ. അതെങ്ങനുണ്ട് നല്ലൊരു ആശയമാണ് സിറ്റിക്കകത്തോടെ കളിക്കാതെ ഇത് ഇരിക്കുന്ന കണ്ണു വെച്ച് ടേബിളിലാണ് എല്ലാരും ഒരുമിച്ചല്ലേ പ്ലേ കൊടുക്കാനുള്ള പറഞ്ഞേ അല്ല ഇത് അറിയത്തില്ല കളി ഇത് എങ്ങനെ ആരാ വെച്ചാക്കല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഈ ശരി അപ്പൊ ഇത് ആരാ വെച്ചേ ആ, അടിപൊളി ആണോ? ഇല്ല തള്ളയിരുന്ന് ഒരുമിച്ചാണോ തുടങ്ങാനുള്ളത് ഒരു എല്ലാരും കണ്ണടിച്ച് നോക്കി ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായേനെ പറഞ്ഞുതരാം, എനിക്ക് പറഞ്ഞുതരാം. എനിക്ക് സംഭവം ഒന്നും അറിയത്തില്ലേ. ആ എനിക്ക് അറിയത്തില്ല ഈ ടേബിളില് ബാലൻ കാണുന്നുണ്ട് ഒരു കാർഡ് ആ കാണാം കാണാം എന്നും പറഞ്ഞിട്ട് ആ അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാർഡ് ഇല്ലേ നമ്മുടെ കയ്യിലുള്ള ആ, ഇതെങ്ങനെയായിരുന്നു എടുക്കുന്നത്? ആ. ഇതെങ്ങനെ എടുക്കുന്ന നമ്മുടെ കയ്യിലുള്ള കാർഡ് ആ ആ കാണാം കാണാം. വി ഞെക്കിയിട്ട് FPP ഞെക്കിയിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉം. പിന്നെ ആ ചാറ്റ് വേണേ ഹൈഡ് വെച്ചോ ഇപ്പൊ ഞാൻ ഇടുന്ന കാർഡില്ലേ ഇപ്പൊ ഞാൻ കള്ളത്തരാണോ അതോ സത്യമാണോ ഇടുന്നതെന്ന് ബാലൻ ഗസ് ചെയ്ത് വിളിക്കണം അതുപോലെ ബാലൻ ഇടുന്നത് അപ്പാപ്പൻ വിളിക്കും ഇപ്പൊ 5 കാർഡുണ്ട് ഈ 5 കാർഡ് ഇട്ട് തീർക്കണം അത് ഒരു റൗണ്ട് കളിക്കുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഞാനൊരു കാർഡ് ഇട്ടു എയ്സ് ടേബിൾ ആണ് ഇത് ഞാൻ എയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഇട്ടു ചിലപ്പോ എയ്സ് ആയിരിക്കാം അല്ലായിരിക്കാം അപ്പൊ ഈസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളോ എയ്സ് മാത്രമേ ഇടാവൂ അതായത് അതാ പല കളി അതായത് നിനക്ക് വേണമെങ്കിൽ ബ്ലഫ് ചെയ്തിട്ട് എയ്സിന് പകരം വേറെ കാർഡ് ഇടാം ആ ആ ആ ആ നീ ഇടുന്ന കള്ളത്തരാന്ന് എനിക്ക് തോന്നിയ ഞാൻ നിന്നെ ലയർ എന്ന് പറഞ്ഞു വിളിക്കും ആ, കള്ളാന്ന് വിളിക്കും. അങ്ങനെ ആ കള്ളാന്ന് ഓക്കെ വിളിക്കും ഓക്കെ ഓക്കെ ആ പക്ഷേ നീ ഇട്ടത് കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാ ബാലിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു 6 പുല്ലിരിക്കുന്നത് കണ്ടോ ആ കണ്ട് അതില് സയനൈഡാ കേട്ടോ ഹോ, അപ്പൊ കൊല്ലാനുള്ള പരിപാടിയാണ് അല്ല ഒരെണ്ണത്തിലേ ഉള്ളു സയനൈഡ് ആ ഓക്കെ ഓക്കെ ആ അപ്പൊ ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തല്ലേ ഇതിപ്പം ആരിടണം ഞാൻ ഇട്ടോ ഇല്ല ഇട്ടില്ല ഇല്ല ഇട്ടില്ല ഇപ്പൊ ചുമ്മാ ഇടാൻ പറ്റുന്നു. ഞാൻ ഇട്ട് ബാലൻ സ്കിപ്പായെന്ന് തോന്നുന്നത്
സ്കിപ്പായോ? ടൈമർ ഉണ്ടോ? ഇട്ടെന്ന് തോന്നുന്നു, ഒരു ചീട്ട് ഇപ്പൊ പോയി. ഇട്ട കാർഡ് പ്രവചിച്ചാ മതി, എത്രയല്ലേ ഉള്ളൂ? അത് കള്ളത്തരമാണോ സത്യമാണോ പ്രവചിക്കണം. അമ്മായി ഇപ്പൊ കള്ളത്തരം കാണിക്കാൻ പോവല്ലേ? തോറ്റ് തുന്നം പാടുപറ്റോടാ. എനിക്ക് സംഭവം മനസ്സിലായില്ല, എന്നാലും കളിച്ചോണ്ട് മനസ്സിലായി. കുഴപ്പമില്ല അമ്മായി, ഞാനുണ്ട് കൂടെ, എനിക്ക് അറിയത്തില്ല. ഇല്ല, ഇപ്പൊ അമ്മായി ഇടുന്ന കാർഡ് എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അമ്മായി കള്ളത്തരാണോ അല്ലേന്നേ. ആണോ? അപ്പൊ ഞാനിനി എങ്ങനെ ഇടട്ടെ വരുന്നത്? ഇട്ടോ, ഇട്ടോ. അത് കള്ളത്തരായിട്ട് വിളിച്ചോ, ധൈര്യം എനിക്കും തോന്നുന്നു. അല്ല, അടുത്തേല് full കള്ളത്തരാ. കാർഡിട്ടോ. ഇതെങ്ങനെ ഇടുന്ന? വല സ്പേസ് ബാർ ആ ഓക്കെ. നീക്കാൻ. ഈ ആണ് പാസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ അത്. ആസ് മാത്രം ഇടാം. ഓക്കെ, ഇതെങ്ങനെ ഇടാൻ പറ്റുന്നില്ല? അത് ഈ ഇടണം, ഈ ഞെക്കണം, ഈ ഞെക്കെ ഇടും. സെലക്ട് ചെയ്യണം, സ്പേസ് ബാർ ഞെക്കിയിട്ട് ഏത് കാർഡ് ഇടേണ്ടത് സെലക്ട് ചെയ്യണം. ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ എനിക്ക് കള്ളത്തരമായിട്ട് തോന്നിയാൽ കള്ളാന്ന് വിളിക്കാം. ആരാ ഈ എന്റെ last കാർഡ് ഒന്ന് പറഞ്ഞാ മതി. എന്റെ കാർഡ് തീർന്നു കേട്ടോ. അത് തുടങ്ങിയല്ലേ ഉള്ളു, അതിനടുക്ക് കയറുന്നോ? അത് അതെ, പോക്കറ്റിൽ നിന്ന് എടുക്ക്. ആളത്തല്ലേ കേട്ടോ. നിങ്ങള് ചന്തിയുടെ അടിയിൽ വെച്ച സാധനം കേട് തള്ളേ എവിടെ സാധനം എവിടെ? ഞാനല്ലേ കണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട കള്ളത്തരാന്ന് വിളിക്കാം കേട്ടോ. ഞാൻ 3 കാർഡ് ഇട്ടിട്ടുണ്ട്. അത് എയ്സ് അല്ലെന്ന് വേണമെങ്കിൽ വിളിക്കാം. ചിലപ്പോ എയ്സ് ആയിരിക്കും, ചിലപ്പോ അത് 2 എണ്ണം ആയിരിക്കും എയ്സ്, ചിലപ്പോ ഒന്നും കാണത്തില്ല. വിളിത്തില്ല, ഞാൻ ജയിച്ചത്. ഞാനിട്ടേ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. വല അത് കള്ള വല. പക്ഷെ കള്ളമായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ? പക്ഷെ കാർഡ് ഇട്ട് ഇനിയില്ല, കാർഡ് ഇടുന്നതിന് മുന്നേ എക്സ് അടിക്കണം. ആ, ആ റൗണ്ട് വരുമ്പോ അപ്പൊ കളിയിട്ടത് അപ്പൊ ജയിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നേരത്തെ കളിച്ച് മനസ്സിലാക്കണ്ടായിരുന്നു. അമ്മയെ കാർഡ് ഇടാല്ലേ. ഞാനാ കണ്ടേ. എടാ നിങ്ങൾ ചീട്ടിട്ട് തീർത്തേണ്ട കാര്യമില്ല, വെറുതെ ഇരിക്കാതല്ല ഒരു ഗുണമില്ല കേട്ടോ. അല്ല ഇത് അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഞാൻ വിളിക്കും. ഞാനിപ്പോ വിളിച്ച അമ്മായി കള്ളെന്ന് പറഞ്ഞിട്ട്. കള്ളന്ന് പറഞ്ഞ് വിളിച്ച അത് എനിക്കത്തേ ഉള്ളൂ. എന്ത് നോക്കട്ടെ. കള്ളേ അതിന് ഞാൻ എഴുതിട്ടില്ലല്ലോ. അതാ കളിന്ന് പറഞ്ഞ. ഇടേണ്ടത് ശരി, അപ്പൊ കളി മനസ്സിലായില്ലേ? അങ്ങനെ ഓക്കെ ഇതിപ്പോ എന്ത് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ കിങ് ടേബിൾ അല്ലേ? കിങ് ടേബിൾ. അതെന്തോ കിങ് ടേബിൾ എന്ന് പറയുമ്പോ? അതുപോലെ ബാല. ഓ കിങ് മാത്രം. ഓക്കെ 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 ഓക്കെ. ആ ഞാൻ ജയിച്ചടാ, ഞാൻ ജയിച്ചു. ഇതിന്റെ മെയിൻ എയിമേ നമ്മുടെ പിന്നെ കാർഡ് ഇട്ട് തീർക്കണം. ആ മനസ്സിലായി മനസ്സിലായി. ആ ജോക്കർ എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഏത് ടേബിളിൽ ഏത് ആണോ അതനുസരിച്ച് ജോക്കർ ആവും കേട്ടോ. ജോക്കർ ആ കാർഡായി മാറും. ഐക്യു കിങ് കാണിച്ചു തരാം. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇതിപ്പോ ഞാൻ ഇനി ഞാൻ എന്ത് ഓക്കെ ഇട്ട്. ഏത് കാർഡിനെ കള്ളം വിളിക്കണ്ടേ? ഇത് കിങ്സ് ടേബിൾ അപ്പാപ്പൻ വിളിച്ചു. ഇതിപ്പോ മാറും, ടേബിൾ മാറും. അപ്പാപ്പൻ വല വേറെ കാർഡ് മാറ്റി ഇട്ടായിരുന്നല്ലേ, എടുത്ത് കഴിച്ച ആദ്യത്തെ റൗണ്ടിൽ തന്നെ തട്ടിപ്പോയാ എന്തിനു ഭാഗ്യം വല അതിനൊക്കെ. ആ ഞാൻ വിചാരിച്ചില്ലത് വിളിക്കുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല ഇല്ല അമ്പട തക്കാളി. ഇപ്പൊ ഏകദേശം സംഭവം പിടികിട്ടി. പാപ്പ ഐക്യു കിങ് കേട്ടാ. 3 കാർഡ് പോട്ടെ. കള്ളത്തരാന്ന് തോന്നേട്ടോ. അത്രേ ഉള്ളൂ. ആ വിളിച്ചു നിങ്ങളെല്ലാം ഉണ്ട് ഇത്. ഓ നോ തള്ളേ. അപ്പം ഞാൻ കഴിക്കണോ? കഴിക്കണം. നിങ്ങൾ വിളിച്ചത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരെ വീണ്ടും കഴിക്കണം. ഞാൻ ചത്താനോ? കയ്യില് മൊത്തം കിങ് ആയിരുന്നു. എന്നിട്ട് എന്തിന്റെ കഴുപ്പിലാണോ ഞാൻ അതുകൊണ്ട് ഇട്ടാണെന്ന് മനസ്സിലാവാത്ത. അത്ര പെട്ടെന്നൊന്നും ചാകത്തില്ല, മനസ്സിലായോ? വീണ്ടും അതിനേക്കാൾ വലിയ വിഷമായത്.
അപ്പന്റെ കാർഡ് ഏതാ വിളിഞ്ഞു നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇത് എന്താണിത്? ഓക്കെ ഇട്ട് ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ഞാൻ എന്താണിത്? വിളിച്ചു. എനിക്ക് കള്ളമായിട്ട് തോന്നി, എനിക്കും തോന്നി. അതെ 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 കള്ളൻ. സ്വന്തം തന്നെ കള്ളനെന്ന് വിളിച്ചു നോക്കി. അയ്യോ മല, സത്യമായി പോയല്ലോ. അയ്യോ അപ്പൊ ഞാൻ വീണ്ടും കഴിക്കണോ ഇതിനി? ദൈവമേ. താങ്കൾ പറ്റിക്കപ്പെട്ടു. ഇതൊക്കെ എന്ത് ഇത്? ഞാൻ ഇവിടെ ലോട്ടറി എടുത്തൊക്കെ അടിക്കുന്നത് കേട്ടോ. അത് ശരി കേട്ടോ. പോട്ടെ, സത്യമില്ല. ഓക്കെ ചേർത്തിട്ടില്ല. ഞാനൊന്നും ജാവത്തില്ല നമ്മള്. ഇത് എന്നെ കിട്ടി എങ്ങനെയാണെന്ന് അറിയാടാ, 4 ക്യൂന് ഒരു ജോക്കറും. ഓ ഓ മൈ ഗോഡ്, കിങ്. എന്താ ജോക്കർ? കിട്ടോ പോലെ കേട്ടോ. നോക്കട്ടെ. മടക്കി വെക്കാനല്ല പറഞ്ഞു. ഇട്. ഇത് ഡ്രോപ്പ് മാത്രമേ വരുന്നുള്ളൂ. അല്ല ഈ ക്ലിക്ക് ചെയ്ത് കാർഡ് സെലക്ട്. സ്പേസ് ബാർ ഞെക്കിട്ട് സെലക്ട് ചെയ്യും. ഏടി ഞെക്കുക, ഏത് കാർഡാ സ്പേസ് ബാർ ഞെക്കി സെലക്ട് ചെയ്തിട്ട് ഈ ഇടുക. അല്ല ഇതിപ്പോ സ്പേസ് മാത്രമേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നു. അല്ല അപ്പൊ അവനല്ലേ നിങ്ങളെ ആ അതാണ് ആള് മാറി. My God. ഞാൻ ഓൾറെഡി ഒരു സൈനൈഡ് കഴിച്ചിട്ടിരിക്കല്ലോ ഇവിടെ. മറന്ന ശരിയാണല്ലോ. അമ്മായി കള്ളം പറ, കള്ളം അത് വിളി. ശരിയാണല്ലേ ദൈവം, ഞാനാണെന്നല്ലേ. AP പണ്ടേ കള്ളനാണ്. നിങ്ങൾ ഇട്ടോ ആയിട്ടോ അത് അല്ലേ അല്ലേ, ഞാനല്ല കേട്ടോ, ഓട്ടോമാറ്റിക് ആണ് വന്നത്. പറഞ്ഞ കാര്യമില്ല. കുഴപ്പമില്ല പാപ്പ. അപ്പം ചത്തു. ഫസ്റ്റ് ഇതൊക്കെ ഒരെണ്ണം കഴിക്കാം. പക്ഷേ ഒരു ഇതിലൊന്നും എനിക്കൊന്നും ആകത്തില്ല. ഞാൻ മിക്ക 6ാമത്തെ സൈഡിലേ ചാകത്തുള്ളൂ പല. ആണോ? ഇപ്പൊ തട്ടിപ്പോ എങ്ങനെ ഇരിക്കും? നല്ല തട്ടിപ്പോകത്തില്ല. ഒരു കേബിൾ എടുത്ത് വെക്കാൻ പോലും പറ്റില്ല. ടേബിളോ? എനിക്കിപ്പൊ സമയം പിടിച്ചു. ആ ഇപ്പൊ പിടി കിട്ടിയോ? ഓക്കെ എനിക്കിപ്പോ നല്ല രീതിക്ക് ഈ കളി നമ്മടെ തന്നെ. 2 കിങ് അതിന്റെ ജോക്കർ ഇടും, അത്ര ഉള്ളൂ. തള്ള അല്ല, തള്ളയല്ല, ഹിറ്റ് ആയിരിക്കും. ഞാനല്ല തള്ളയാന്നോ? എന്നാ ഇടാക്കോട്ടെ. ഹിറ്റ് കള്ളത്തരായിട്ടോ? അല്ല ആദ്യമായിട്ട് സത്യമായിരിക്കും, ഇനി കള്ളത്തരയിടും. എന്നാ പിടി. കള്ള അമ്പട കള്ള. ഈ പ്രാവശ്യം അപ്പാപ്പനെ തെറ്റി. മാല ഏ? കഴിച്ചോ? അയ്യോ കിങ് കെ അല്ലായിരുന്നു അപ്പൊ ഇടണ്ടേ? അയ്യോ അയ്യോ ചീട്ടുമാരെന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ ചത്ത്. അപ്പാപ്പൻ കൊന്നത്, അപ്പാപ്പനാ കൊന്നത്. എടാ ചീട്ടുമാറി പോയി കേട്ടോ, ചീട്ടുമാറി പോയെന്ന്. ആള് വരും. ഇടാ. അത് ഇച്ചിരി വെള്ളം കൊടു, എന്നിട്ട് എണീപ്പിക്കും. അല്ല അത് ഈ റൗണ്ട് അതാ, വേഗം തീർക്കുന്നുണ്ട്. ചീട്ടുമാറി. പല ശബ്ദസംഖ്യകളുണ്ടോ പല? അതാ, ഓ, ഉണ്ടല്ലേ? ബോധം ഉണ്ടല്ലേ അപ്പം? ഞാൻ വിചാരിച്ചു ചെറുതായിട്ടുണ്ട്. കുഴപ്പമില്ല. കളി തീർന്നാലേ ഇനി എണീക്കാൻ പറ്റത്തുള്ളൂ. കാട് മാറിയത് അറിഞ്ഞില്ല, അല്ലായിരുന്നെങ്കിൽ ഒരു കിടിലൻ കളിയായിരുന്നു ഇട്ടത്. അതല്ലേ? ഇപ്പൊ വാസണ്ണ പറഞ്ഞു എന്നെ അടിച്ചു വലത്തിട്ടേക്കുന്നു. കള്ളമാണോ സത്യമാണോ? ഇപ്പൊ അറിയാം. ആ ഓ നോ, ഹിറ്റോ, ഇറ്റ്സ് ഓക്കേ. കഴിച്ചോ? തരല്ല. സോ സാഡ്. എന്റെ ആദ്യത്തേല് തന്നെ ചാവും. അത്ര ഹതഭാഗ്യനല്ല നീ. ഓക്കെ നമുക്ക് തള്ളേനെ കൊല്ലിക്കണം ഏറ്റവും, എങ്കിലും നീ ഞാൻ തമ്മിലൊരു ക്യൂൻ സ്റ്റേബിൾ. അപ്പൊ അടുത്ത ചീട്ടപ്പൊ ബോധം വന്നു കാണുമായിരിക്കുമല്ലോ എനിക്ക്. റൗണ്ട് തീരണം മൊത്തത്തിൽ. അയ്യോ മൊത്തം ഈ കുഴപ്പമില്ല, കുറച്ചു നേരം ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ടേ ഫ്ലൈറ്റിൽ നിന്നൊക്കെ വന്നേല്ലേ. അമ്മായിയല്ലേ? അമ്മായിയുടെ കളിയാണോ? അല്ലല്ല കുഴപ്പമില്ല, നമുക്ക് അടുത്ത പിടിക്കാം. 50 രണ്ട് ക്യൂൻ വാറ് വിളി മിക്കാറും വിളിക്കേണ്ടി വരും. 50 വരെ മിക്കാറും വാറ് വിളിക്കേണ്ടി വരും. തള്ളക്കറിയത്തല്ലോ ഏറ്റവും പറഞ്ഞു കൊടുക്കല്ലേ അങ്ങനെ. വിളിക്കുന്നില്ലേ? റിവെഞ്ച് കൊടുക്കാം. അടുത്ത കളി ഇപ്പഴല്ലടാ പിടി കിട്ടിയത്. ഇനി അങ്ങോട്ട് ഏത് റൗണ്ടിന് എപ്പോഴാണോ പിടി. ഞാനാ അല്ല പിന്നെ ഞാനോ? ഓക്കെ കാടൊക്കെ വരണ്ട പാപ്പ, അമ്മായി കാടൊക്കെ മാറ്റണ്ടേ? 50 എന്തിനാ പറയുന്നത്? ചിരിക്കാൻ എന്തോ അവിടെ എന്താ സംഭവിച്ചു? ഇട്ടെന്ന് തോന്നുന്നു, ഞാൻ ഇട്ടെന്ന് തോന്നുന്നു. ഒരാളും കൂടി ചാവുകയാണെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ആര് ജയിക്കും.
ഇപ്പൊ അപ്പാപ്പൻ ഏയ് ഞാൻ അങ്ങനൊന്നും ഞാൻ ചാവുന്ന ഒരു എത്ര വ്യക്തിയല്ല സൈനൈഡ് ഉണ്ടാവും അതില് 6 ചാൻസ് ഉണ്ട് ആറെണ്ണത്തില് അതില് ഏതെങ്കിലും random ഒരെണ്ണം. ആയിട്ടേ. ഒരെണ്ണം അപ്പം കഴിച്ചല്ലോ വല കഴിച്ചല്ലോ ഇത്. വലത് രണ്ടാമത് ആ. മനസ്സിലായി. എന്റെ പേര് പറയാൻ കേട്ടാ. അപ്പൊ അപ്പ മരിക്കില്ല കുഴപ്പമില്ല, അല്ല, കുഴപ്പമില്ല. സമാധി സമാധി. അതല്ലേ? അമ്മയുടെ ഡാഡി അല്ലേ? ഹാപ്പി ഹാപ്പി. എല്ലാം ജോക്കറാ അമ്മയുടെ എല്ലാം അപ്പൊ കളിക്കറിയാത്ത അമ്മായിയാണ് ഇപ്പൊ ലീഡിങ്. ഏയ് അങ്ങനെ വരുമെന്ന് തോന്നില്ല മിക്കവാറും ഹിറ്റ് കഴിഞ്ഞിരിക്കുന്നുള്ളൂ കേക്കോണ്ടേ അച്ഛൻ്റെ കാർഡ് പറഞ്ഞു. ഇത് മൂന്നാമത്തെ കാർഡ് എടാ ഇവിടെ മാടറി അമ്മ ഇത് കള്ളോ അപ്പൊ ഇട്ടുവന്നിട്ട് ഞങ്ങള് കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ഇവിടെ എന്താ സംഭവിച്ചേ? കണ്ടു തീർന്നാ? ഇവനെ വിളിച്ചോ? ഞാൻ നീ ഇട്ടായിട്ട് വരാം. ഞാൻ ഇട്ട് അമ്മ വേണ്ട, എന്താ വിളി? ഒന്നുമില്ലടാ ഇപ്പൊ എനിക്ക് സമാധി സമാധി സമാധി. ഉറങ്ങാണോ എന്നെ തൊലി. അമ്മ ഇട്ടിട്ട് കേട്ടാ? അപ്പാപ്പന്റെ ആലി വേണ്ട. വാ ഓക്കെ അല്ലപ്പാ ഓക്കെയാണ് ഓക്കെയാണ് അപ്പാപ്പന്റെ ഇൻവെന്ററികളൊക്കെ വണ്ടി എടുക്കാം കേട്ടോ, പറ്റിയ സമയം. റോബിയല്ല വിളിച്ചിട്ടുണ്ട് അയ്യോ അയ്യോ വിളിക്കല്ലേ. രാജീവ് അവരോട് ഓക്കെ നാളെ ഇതിന് അമ്മായിയല്ലേ കഴിക്കാനുള്ളേ? അമ്മായി ചേത്തില്ലേ? കളവ് ചേത്തില്ലേ? പറഞ്ഞില്ലേ അമ്മ ഡാഡി ഇമ്മോർട്ടൽ മനസ്സിലായില്ലേ? അമ്മ എങ്ങനെ ഞാൻ അടുത്ത കളി കളിച്ചാവും. ഈഗിൾ ബ്രോ ഇന്നിനി വരത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് ഇച്ചിരി സീനാ അവിടെ. നെറ്റും കഴിഞ്ഞോ കഴിഞ്ഞോ കളി കഴിഞ്ഞോ? എനിക്ക് അടിച്ചാൽ കള്ളക്കളി ഞങ്ങൾക്ക് അല്ലോടല്ല. കുഴപ്പമില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം. മതി അപ്പോഴും അപ്പാപ്പൻ എന്റെ കൂടെ തോറ്റി, അത്രേ ഉള്ള പാപ്പ. അതാ എനിക്കങ്ങനെ ജയിക്കണ്ട പോലെ എന്തിനാണ് ജയിച്ചത് എന്ത് കിട്ടാനാണ് പോയോ ആള് പോയോ? കിക്ക് ചെയ്തോ? ആ AFK കിക്കായല്ലേ? അതാരല്ല ഇന്നലെ ഡിഫൻഡർ മാത്രമേ ഉള്ളായിരുന്നു, ഇന്ന് ബസ് വന്നു, നാളെ ഹെലികോപ്റ്റർ ഇറക്കോ പാപ്പ. ഇത് ഇവിടെ ഉണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല. ഇത് കേട്ടപ്പോ ഞാനും ഞെട്ടി. ഞാൻ ചേച്ചി ബസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കുമ്പോ വരിവരുടെ 4 ഇട്ടേക്ക്. എന്താ അല്ലേ? അതെ അതെ ഇതാ ചൂസ് ചെയ്യാലോ. ഡിഫൻഡർ വേണമെങ്കിൽ ഡിഫൻഡറിൽ പോവാം, ബസ്സിൽ പോവാം. ഇതല്ലേ വല്ല എന്തോ സത്യം സത്യം. ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പൊ പോയിട്ട് നാളെ വരും. ഞാൻ പോയിട്ട് നാളെ വരാം അവരുടെ കൂടെ വരാം. ഞാൻ ഇങ്ങനെ വരാൻ താമസിക്കുമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു വന്നത്. അപ്പോഴത്തേക്ക് അപ്പാപ്പന് അവിടെ വേറെ കോള് കിട്ടിയാലും അറിഞ്ഞില്ല. നാളെ ഒന്നുകൂടെ കാണാം നമുക്ക്. നാളെ കാണാം. അപ്പം ഞാൻ എന്നാ പിന്നെ അങ്ങോട്ട് ബൈ ബൈ എല്ലാവർക്കും ബൈ. ജോണി മാമ ബൈ. ആ സുമതി അമ്മായി സോറി പോയിട്ട് വരാം. നാളെ കാണാം. ആത്മാർത്ഥയുടെ നിറകൂടെ നിങ്ങളുടെ നരുട്ടോ നാളെ ഒന്നുകൂടെ ഇതുവഴി എന്തിനു പറയാനടെ, കോമഡി തന്നെ.